നമസ്കാരം. നമ്മൾക്ക് കിട്ടിയ ഏതാനും ഖുർആൻ സൂക്തങ്ങൾ വെച്ചിട്ട് ഒരാൾ സാത്താന്റെ സ്വാധീനത്തിലാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അതെ, ഈ പറയുന്ന വചനങ്ങൾ, അതായത് 2.168, 2.208, പിന്നെ 5-ാം അധ്യായത്തിലെ 90-91, അതോടൊപ്പം 58.99, ഇവയിൽ നിന്ന് എന്ത് സൂചനകളാണ് കിട്ടുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ആദ്യത്തെ മുന്നറിയിപ്പിൽ നിന്ന് തുടങ്ങാം അല്ലേ? സൂക്തം 2.168, പിന്നെ 2.208. അവിടെ പറയുന്നത് സാത്താൻ ഒരു തുറന്ന ശത്രുവാണ്, അല്ലെങ്കിൽ സത്യം ചെയ്ത ശത്രു. അതെ, വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവന്റെ കാൽപ്പാടുകൾ പിന്തുടരരുത് എന്നും ദൈവത്തിന് മുഴുവനായും കീഴടങ്ങണമെന്നുമാണ് പറയുന്നത്. ആ പിന്തുടരരുത് എന്ന വാക്ക് അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തീർച്ചയായും, അത് വെറുതെ ഒരു ഉപദേശം പോലെയല്ല, അതൊരു ബോധപൂർവമായ തീരുമാനമെടുക്കാനുള്ള ആഹ്വാനമാണ് ശരിക്കും. അതായത് സാത്താന്റെ വഴി വേണ്ടെന്ന് വെക്കുക എന്നത് വെറുതെ ഇരുന്നാൽ നടക്കുന്ന കാര്യമല്ല. പകരം നമ്മൾ അള്ളാഹുവിന് സജീവമായിട്ട് കീഴടങ്ങണം. അവൻ അനുവദിച്ച നല്ല കാര്യങ്ങൾ, ഹലാലും തയ്യിബും, അത് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊരു തുടർച്ചയായ ജാഗ്രത വേണ്ട കാര്യമാണ്. ശരി. അപ്പോ വെറും മാറി നിൽക്കലല്ല, പകരം നല്ലത് തിരഞ്ഞെടുക്കലാണ് പ്രധാനം. ഓക്കെ, ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നുണ്ട്. സൂക്തം 5.90 സാത്താന്റെ ചില മളേച്ഛ വൃത്തികൾന്ന് എടുത്തു പറയുന്നുണ്ട്. അതെ, അതായത് അവന്റെ പണികൾ, ലഹരി വസ്തുക്കൾ, ചൂതാട്ടം, പിന്നെ ആ ദൈവങ്ങൾക്ക് വേണ്ടി നാട്ടിയ കല്ലുകൾ, ഭാവി അറിയാനുള്ള അമ്പുകൾ, ഇതൊക്കെ അവന്റെ പണിയാണെന്ന്. കൃത്യമായി. ഇവയൊക്കെ ഒഴിവാക്കിയാൽ വിജയം നേടാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം സാത്താന്റെ നേരിട്ടുള്ള ഉപകരണങ്ങളായാണ് കാണുന്നത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, അല്ലേ? അതെ, വെറും മോശം ശീലങ്ങൾ എന്നതിനപ്പുറം. അതെ, മനുഷ്യരെ വഴിതെറ്റിക്കാനുള്ള അവന്റെ തന്ത്രങ്ങളായിട്ടാണ് ഖുർആൻ ഇത് പറയുന്നത്. എന്നാൽ അതിലും ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത സൂക്തത്തിലുണ്ട്, 5.91. എന്താണത്? എന്തിനാണ് ഇതൊക്കെ ഒഴിവാക്കാൻ പറയുന്നതെന്നതിന്റെ കാരണം? അതെ, അത് ആ പ്രവൃത്തികൾ മോശമായതുകൊണ്ട് മാത്രമല്ല. സൂക്തം 5.91 പറയുന്നത് ഈ കാര്യങ്ങളിലൂടെ സാത്താന്റെ ലക്ഷ്യം എന്താണെന്നാണ്. എന്താണ് ലക്ഷ്യം? മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുക. അതാണ് ഒന്ന്. പിന്നെ ദൈവത്തെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും അവരെ അകറ്റിക്കളയുക. ഓ, അപ്പോ ആത്യന്തികമായി സാമൂഹികവും ആത്മീയവുമായ തകർച്ചയാണ് അവൻ ലക്ഷ്യമിടുന്നത്. അതെ, ആളുകൾ തമ്മിലുള്ള ബന്ധം മോശമാക്കുക, അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുക, ഇതാണ് അവന്റെ പ്രധാന പണി. ആ പ്രവൃത്തികളുടെ ഫലത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവസാനം ഒരു ചോദ്യം വരുന്നത്, അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയില്ലേ എന്ന്. ശരിയാണ്. അപ്പോൾ ലഹരിയും ചൂതാട്ടവും ഒക്കെ വ്യക്തിപരം മാത്രമല്ല, അത് സമൂഹത്തിൽ ശത്രുതയുണ്ടാക്കുന്നു. തീർച്ചയായും. ദൈവവുമായുള്ള ബന്ധത്തെയും അത് ബാധിക്കുന്നു. ഈ ദൈവസ്മരണ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വെറും നമസ്കാരം മുടങ്ങുന്നതിനപ്പുറം ചിന്തിക്കേണ്ട ഒന്നാണല്ലേ? തീർച്ചയായും. ദൈവസ്മരണ എന്നു പറഞ്ഞാൽ അത് വെറും നമസ്കാരത്തിൽ ഒതുങ്ങുന്നില്ല. ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെക്കുറിച്ചൊരു ബോധം, അതാണ് പ്രധാനം. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ആ ഒരു ബോധം വേണം. സാത്താന്റെ ലക്ഷ്യം ആ ബോധം ഇല്ലാതാക്കാനാണ്. അതുപോയാൽ പിന്നെ ശരിതെറ്റുകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവും, തെറ്റിലേക്ക് പോകാൻ എളുപ്പമാവും. അപ്പോൾ ഇതിന്റെ ഏറ്റവും അപകടകരമായൊരവസ്ഥ അതാണോ സൂക്തം 58:19 പറയുന്നത്? അതെ, സാത്താൻ ആളുകളെ പൂർണ്ണമായിട്ട് കീഴടക്കുന്നു, അവർ ദൈവത്തെ ഓർക്കുന്നതുപോലും മറന്നുപോകുന്നു. അങ്ങനെയൊരവസ്ഥ. അതെ, അതാണ് ഏറ്റവും വലിയ മുന്നറിയിപ്പ്. സാത്താൻ ഒരാളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചാൽ അവർ ദൈവത്തെ പൂർണ്ണമായും മറക്കും. അതൊരു താൽക്കാലിക ഓർമ്മക്കുറവല്ല, അല്ല. ജീവിതത്തിൽ നിന്ന് ദൈവം എന്ന ചിന്തയേ ഇല്ലാതാവുന്നൊരവസ്ഥ. അങ്ങനെയുള്ളവരെ പിശാചിന്റെ പക്ഷക്കാരെന്നാണ് ഖുർആൻ പറയുന്നത്. അവർക്ക് നഷ്ടം സംഭവിക്കുമെന്നും മുമ്പ് പറഞ്ഞതിന്റെ എല്ലാം ഒരു ഭീകരമായ അവസാനമാണിത്. ഓക്കെ, അപ്പോ ഈ വചനങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സാത്താന്റെ സ്വാധീനത്തിന്റെ ചില അടയാളങ്ങൾ വ്യക്തമാവുന്നുണ്ട്. ഒന്ന്, ആളുകൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുക. അതെ. 2, ദൈവസ്മരണയിൽ നിന്നും ആരാധനകളിൽ നിന്നും അകന്നു പോവുക. ശരിയാണ്. 3, ഈ പറഞ്ഞ ലഹരി, ചൂതാട്ടം പോലുള്ള നിഷിദ്ധമായ കാര്യങ്ങളിൽ മുഴുകുക. 4, പതിയെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ തന്നെ ഇല്ലാതാവുക. ഇതൊക്കെ അപകട സൂചനകളാണ്. വളരെ ശരിയാണ്. ഈ അടയാളങ്ങൾ അത് സ്വയം വിലയിരുത്താൻ നമ്മളെ സഹായിക്കും.
നമ്മൾ നോക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇവ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതോ നമ്മളിൽ ഭിന്നതയും ദൈവത്തെ മറക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ടാക്കുകയാണോ? ഇതൊരു നിരന്തരമായ ആത്മപരിശോധന വേണ്ട കാര്യമാണ്. ഒരാൾ ദൈവീക നിർദ്ദേശങ്ങളുമായി എത്രത്തോളം ചേർന്നു പോകുന്നു എന്നതിലാണ് കാര്യം. അതെ, ഈ ചർച്ചയുടെ പ്രധാന പോയിന്റ് അതാണ്. നിരന്തരമായ ആത്മപരിശോധന. നിങ്ങളുടെ പ്രവൃത്തികളും ചിന്തകളും നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ദൈവത്തിലേക്കാണോ അതോ ഈ പറഞ്ഞ ശത്രുവിലേക്കാണോ? ഈ ഖുർആൻ വചനങ്ങൾ തരുന്നൊരു വെളിച്ചത്തിൽ സ്വന്തം ജീവിതം നോക്കിക്കാണുക. അത് പ്രധാനമാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഈ പറഞ്ഞ നിഷിദ്ധമായ കാര്യങ്ങൾ, അതായത് ഹറാം, അത് ഒഴിവാക്കണം. അത് വളരെ പ്രധാനം. ശരിയാണ്. എന്നാൽ അതിനപ്പുറം ഈ വചനങ്ങൾ പറയുന്ന ആ ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സ്വാധീനങ്ങളുണ്ടല്ലോ, അതിനെ എങ്ങനെ നമുക്ക് ക്രിയാത്മകമായിട്ട് നേരിടാം? എങ്ങനെ? ദൈവസ്മരണ എപ്പോഴും നിലനിർത്താനും ആളുകൾക്കിടയിൽ ശത്രുതയ്ക്ക് പകരം സ്നേഹവും ഐക്യവും ഉണ്ടാക്കാനും നമുക്ക് വ്യക്തിപരമായും കൂട്ടായും എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതുകൂടി ആലോചിക്കുന്നത് ഒരുപക്ഷേ ഈ പഠനത്തിന്റെ അടുത്ത ഘട്ടമായിരിക്കും.